വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനം നീളുന്നു. ചില വകുപ്പുകൾ സംബന്ധിച്ച് ഇനിയും തർക്കം നിലനിൽക്കുന്നതിനാലാണിത്. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പുണ്ടെന്നാണ് സൂചന. ഫിഷറീസ് വകുപ്പ് തന്നാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകൂ എന്ന നിലപാടിലാണ് ലീഗ്. സത്യപ്രതിജ്ഞ പൂർത്തിയായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച പട്ടിക ലോക്ഭവന് കൈമാറിയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി എം ജോണിന് നൽകാനായിരുന്നു കോൺഗ്രസിൽ തീരുമാനം. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ നേരത്തെ കൈവശം വെച്ചിരുന്ന ഫിഷറീസ് വകുപ്പ് വേണമെന്ന നിലപാടിലാണ് ലീഗ്. ലത്തീൻ സഭ പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ ഈ വകുപ്പ് കൈവശം വയ്ക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഉയർന്നു. ടി സിദ്ദിഖിന് കൃഷി വകുപ്പാണ് ഒടുവിൽ തീരുമാനിച്ചത്. എന്നാൽ സിദ്ദിഖിന് ഈ വകുപ്പിൽ താൽപര്യമില്ലെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ചില തർക്കങ്ങൾ കാരണമാണ് ഇതുവരെ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങാത്തത്. പുതിയ മന്ത്രിസഭയിൽ കാസർഗോഡിന് പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ ജില്ലയിലെ UDF പ്രവർത്തകർക്ക് നിരാശ. 2 പതിറ്റാണ്ടിനു ശേഷം ജില്ലയിൽ മന്ത്രി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിലായിരുന്നു പ്രവർത്തകർ. എന്നാൽ മഞ്ചേശ്വരം MLA AK അഷ്റഫിന് മന്ത്രിസഭയിൽ എത്തുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും രണ്ടാം ടേമിൽ പരിഗണനാ പട്ടികയിൽ പോലും പേരുണ്ടായില്ല. ഇതോടെ UDFന്റെ പ്രാദേശിക നേതാക്കൾ വലിയ അതൃപ്തിയിലാണ്. UDF മന്ത്രിസഭ അധികാരത്തിലേറിയപ്പോൾ കാസർഗോഡിന് മന്ത്രിയുണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഇടതുകോട്ടകളെ തകർത്ത് വിജയം നേടിയ കാസർഗോഡ് ജില്ലയിൽ UDFിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ജില്ലയിലെ UDFുകാർ. മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ചപ്പോൾ ലീഗിന് ശക്തമായ സ്വാധീനമുള്ള ജില്ലയിൽ നിന്ന് ആരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. മഞ്ചേശ്വരം MLA AK അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനയുണ്ടായിരുന്നെങ്കിലും രണ്ടാം ടൈമിൽ പരിഗണിക്കുന്ന പട്ടികയിൽ പോലും ഉൾപ്പെടുത്താത്തത് പ്രവർത്തകരിൽ കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയത്. ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള അനിശ്ചിതത്വം പരിഹരിക്കാൻ ജില്ലയ്ക്ക് സ്വന്തമായ മന്ത്രി ഉണ്ടാകുന്നത് ഗുണകരമാവുമെന്നായിരുന്നു പൊതുവെയുള്ള നിരീക്ഷണം. കാസർഗോഡ് ജില്ലയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ളൊരു വേദി എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗമാണ്. ആ രംഗത്തേക്ക് പോകാൻ ഇന്ന് ഒരു മന്ത്രി കാസർഗോഡ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയെ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. 5 MLAമാരുണ്ട്. പക്ഷേ MLAമാർക്ക് ഇത്തരം കാര്യങ്ങൾ നിയമസഭയിൽ പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് മന്ത്രിമാരുടെ ഏറ്റവും സജീവമായ ഇടപെടലിൻ്റെ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ഒരു മന്ത്രി ഇല്ലാതെ പോയതിൽ അങ്ങേറ്റത്തെ വിഷമമുണ്ട്. UDF മന്ത്രിസഭയിൽ അവസാനമായി കാസർഗോഡ് നിന്ന് മന്ത്രി വന്നിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. 2001 മുതൽ 2004 വരെ AK ആന്റണി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായ ചെർക്കളം അബ്ദുള്ളയാണ് അവസാനമായി UDF മന്ത്രിസഭയിലെത്തിയ കാസർഗോഡുകാരൻ. അതിനു മുൻപ് 91 മുതൽ 95 വരെ മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പും 95 മുതൽ 96 വരെ PWD വകുപ്പും കൈകാര്യം ചെയ്ത CT അഹമ്മദ് അലിയാണ് അദ്ദേഹത്തിന്റെ മുൻഗാമി. 2016-2021 കാലയളവിൽ LDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന E ചന്ദ്രശേഖരനാണ് അവസാനമായി ജില്ലയ്ക്ക് ലഭിച്ച മന്ത്രി. ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകൾ ഉൾപ്പെടെ കാസർഗോഡ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇല്ലാതായതോടെ കാസർഗോഡ് ജില്ലയിലുള്ളവർ ഇത്തവണയും കടുത്ത നിരാശയിലാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.